MG യൂണിവേഴ്സിറ്റിയുടെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ 14th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയായിരുന്നു. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ബിഹേവിയറൽ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ് ഇൻ ഡിറ്റർമൈനിങ് ദി ആർക്കിയോളജിക്കൽ ഡാറ്റ ഫൗണ്ട് ഇൻ എ സൈറ്റ്. അതായത് ഒരു ആർക്കിയോളജിക്കൽ ഡാറ്റയെ നിശ്ചയിക്കുന്ന ബിഹേവിയറൽ പ്രോസസ്സും ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സും എന്തൊക്കെയാണെന്ന് വിമർശനപരമായി വിലയിരുത്തുക. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ബിഹേവിയറൽ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സസ് ഇൻ ഡിറ്റർമൈനിങ് ദി ആർക്കിയോളജിക്കൽ ഡാറ്റ ഫൗണ്ട് ഇൻ എ സൈറ്റ്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ, അതിനെ നിശ്ചയിക്കുന്ന രണ്ട് പ്രോസസ്സുകളെയാണ് നോക്കേണ്ടത്. ഒന്ന് ബിഹേവിയറൽ പ്രോസസ്സ്, രണ്ട് ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സ്. ആദ്യം ബിഹേവിയറൽ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ആർക്കിയോളജിക്കൽ ഡാറ്റ ഫൗണ്ട് അറ്റ് എ സൈറ്റ്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നമുക്ക് കിട്ടുന്ന ബിഹേവിയറൽ ഡാറ്റയുടെയും ബിഹേവിയറൽ പ്രോസസ്സും ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സും ഇത് രണ്ടും നിർണായകമായ പങ്ക് വഹിക്കുന്നു. ആ ആർക്കിയോളജിക്കൽ ഡാറ്റയെ നിശ്ചയിക്കുന്ന അതിൽ ആ ഒരു സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ നിശ്ചയിക്കുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നു. ബിഹേവിയറൽ പ്രോസസ് റെഫർ ടു, അപ്പോൾ എന്താണ് ബിഹേവിയറൽ പ്രോസസ് എന്ന് ആദ്യം പറയണം. ബിഹേവിയർ പ്രോസസ് റെഫർ ടു ദി ആക്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് പാസ്റ്റ് ഹ്യൂമൻ സൊസൈറ്റീസ്. പണ്ട് കാലത്ത് ആ സൈറ്റിൽ, നമ്മൾ പഠനവിധേയമാക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റിൽ കുറേ മനുഷ്യർ താമസിച്ചിട്ടുണ്ട്. അവരുടെ അധിവാസ കേന്ദ്രമോ സെറ്റിൽമെൻ്റോ ഒക്കെ ആയിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്, അവരുടെ ബിഹേവിയർ അത് തന്നെ എന്തൊക്കെയായിരുന്നു എന്നും, ആക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നും, ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നും മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? അവർ കാടിനടുത്താണെങ്കിൽ കാട്ടുകിഴങ്ങുകളും മറ്റും ശേഖരിച്ചാണോ, അല്ല ഒരു നദിയുടെ അടുത്താണെങ്കിൽ മത്സ്യങ്ങളെ ഭക്ഷണമാക്കിയിരുന്നു? ഇങ്ങനെ അവർക്ക് എങ്ങനെയൊക്കെ ഭക്ഷണം കിട്ടിയിരുന്നു എന്നുള്ളതാണ് അവരുടെ ഭക്ഷണത്തിൻ്റെ ബിഹേവിയർ, ഭക്ഷണ ശേഖരണത്തിൻ്റെ ബിഹേവിയറൽ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി ടൂൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ കല്ലുപയോഗിച്ചാണ് ടൂൾ ഉണ്ടാക്കിയിരുന്നത്. ആ ടൂൾ ഉണ്ടാക്കാൻ മെറ്റൽ ഉപയോഗിച്ചെങ്കിൽ ആ മെറ്റലിനുള്ള അതിൻ്റെ അയിര് അതെവിടെ നിന്ന് സംഘടിപ്പിച്ചു? ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, അവരുടെ സാമൂഹ്യ സംവിധാനം എങ്ങനെയായിരുന്നു? ഭരണ സംവിധാനം, രാജാവായിരുന്നു അല്ലെങ്കിൽ ഗോത്രത്തലവനായിരുന്നോ, എന്തായിരുന്നു അവരുടെ സോഷ്യൽ ഓർഗനൈസേഷൻ? അവരുടെ ഫാമിലി എന്ന സംവിധാനം അവർക്ക് എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു? ഇതൊക്കെ അവരുടെ അത്തരത്തിലുള്ള ബിഹേവിയറാണ്, സാമൂഹ്യമായ ബിഹേവിയറിനെ കുറിച്ചുള്ള. അപ്പോൾ അതാണ് ബിഹേവിയറൽ പ്രോസസ്സ് എന്ന് പറഞ്ഞത്, വിച്ച് ലീവ് ബിഹൈൻഡ് മെറ്റീരിയൽ റിമെയിൻസ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൗതികാവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തെളിവുകളിലൂടെയൊക്കെയാണ്. ദീസ് മെറ്റീരിയൽ റിമെയിൻസ് ക്യാൻ ഇൻക്ലൂഡ്, അപ്പോൾ ഈ മെറ്റീരിയൽ റിമെയിൻസ് അഥവാ ഭൗതികാവശിഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ആർട്ടിഫാക്റ്റ് ആവാം, ഫീച്ചേഴ്സ് ആവാം, ആൻഡ് ഇക്കോഫാക്ട്സ് ആവാം, ദാറ്റ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഡെയിലി ലൈഫ്സ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസ് ഓഫ് പാസ്റ്റ് സൊസൈറ്റീസ്. പണ്ട് കാലത്തെ സമൂഹത്തിൻ്റെ ഡെയിലി ലൈഫിനെ കുറിച്ചും അവരുടെ കൾച്ചറൽ പ്രാക്ടീസസിനെ കുറിച്ചൊക്കെ നമുക്കൊരു വിവരം നൽകാനും പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ആർട്ടിഫാക്റ്റുകൾ അല്ലെങ്കിൽ ഈ ഫീച്ചറുകൾ, ഇക്കോ ഫാക്റ്റുകൾ ഒക്കെ സാധിച്ചെന്നിരിക്കും. ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ബിഹേവിയറൽ പ്രോസസ്സാണ്, അടുത്തത് ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സാണ്. ഇത് രണ്ടിലും ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ എത്രമാത്രം കറക്റ്റാണ് എന്ന് നിശ്ചയിക്കുന്നതിന് ഉപകരിക്കും. ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ് ഓൺ ദ അതർ ഹാൻഡ് റെഫർ ടു ദ പോസ്റ്റ് ഡെപ്പോസിഷണൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ അറ്റ് എ സൈറ്റ്. ഒരു സൈറ്റിൽ എന്തെങ്കിലും ഒരു ആർട്ടിഫാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടാന്നിട്ട് കളഞ്ഞതാവാം, അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ അവർ തകർന്നു പോയപ്പോൾ ഒപ്പം കൂടെ നശിച്ചു വീണ അവരുടെ ഉപകരണങ്ങളോ ഉൽപ്പന്നങ്ങളോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭവന നിർമ്മാണ അവശിഷ്ടങ്ങളൊക്കെ ആയിരിക്കാം. സച്ച് ആസ് എറോഷൻ, സെഡിമെൻറ്റേഷൻ, ഹ്യൂമൻ ഡിസ്റ്റർബൻസ് ഒക്കെ കൊണ്ട് അത് അവിടെ ഡെപ്പോസിറ്റ് ആയതിനു ശേഷം കാലങ്ങൾ കൊണ്ട് മണ്ണൊലിച്ചു പോയിട്ടുണ്ടാവാം, നശിച്ച് പോയിട്ടുണ്ടാവാം, ഒക്കെ മനുഷ്യൻ്റെ പിന്നീട് വന്ന മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ട് അത് തകർന്നിട്ടുണ്ടാവാം. ഇതിന് പോസ്റ്റ് ഡെപ്പോസിഷണൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവാം, വിച്ച് ക്യാൻ ആൾട്ടർ ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ്. അതുകൊണ്ട് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസിന് കുറച്ച് ഓൾട്ടറേഷനൊക്കെ വന്നിട്ടുണ്ടാവാം, അത് പ്രിസർവ് ചെയ്യുന്നതിന് മാറ്റം വന്നിട്ടുണ്ടാവാം. സോ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ബിഹേവിയറൽ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സ്. നമ്മൾ ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ ആ സൈറ്റിലെ ബിഹേവിയറൽ പ്രോസസ്സും മനസ്സിലാക്കണം. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഇൻ്റർപ്രറ്റിംഗ് ആർക്കിയോളജിക്കൽ ഡാറ്റ. അപ്പോൾ ആർക്കിയോളജിക്കൽ ഡാറ്റ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് ഇതൊക്കെ വളരെ പ്രധാനമാണ്.
as they can significantly impact the formation and preservation of archaeological record. അപ്പോൾ ആർക്കിയോളജിക്കൽ റെക്കോർഡ് എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ ഫോം ചെയ്യണം, അത് ഫോം ചെയ്താൽ തന്നെ അതെങ്ങനെ പ്രിസർവ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അവിടെ ഈ രണ്ട് തരത്തിലുള്ള പഠനങ്ങളും, ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ചുള്ള പഠനവും ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സിനെ കുറിച്ചുള്ള പഠനവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി ബൈ കൺസിഡറിങ് ദീസ് പ്രോസസ്സസ്, അപ്പോൾ ഈ ബിഹേവിയറൽ പ്രോസസ്സും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ്സും ഇതിനെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആർക്കിയോളജിസ്റ്റ് ക്യാൻ റീകൺസ്ട്രക്ട് ദ പാസ്റ്റ് മോർ ആക്യുറേറ്റ്ലി. ആർക്കിയോളജിസ്റ്റുകൾക്ക് ഭൂതകാലത്തെ കുറച്ചും കൂടി കൃത്യതയോടുകൂടി പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നു. ആൻഡ് ഗെയിൻ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ്. കൂടുതലും അന്നത്തെ മനുഷ്യരുടെ സാംസ്കാരികപരവും സാമൂഹികപരമായ ആ തലം, അതിനെക്കുറിച്ച് വളരെ ആഴമുള്ള ബോധ്യം കൃത്യതയോടുകൂടി, കൂടുതൽ കൃത്യതയോടുകൂടി മനസ്സിലായാലാണ് അവർ ജീവിച്ചിരുന്ന ഭൂതകാലത്തെ ചരിത്രത്തിന്റെ കഥയാക്കി പുനഃസൃഷ്ടിക്കാൻ അവർ പ്രാപ്തരാകുന്നുള്ളൂ. ഇതാണ് പറയുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിയോളജിക്കൽ റെക്കോർഡിംഗ് ഡ്യൂറിങ് ദ എക്സ്കവേഷൻ ഓഫ് എ സൈറ്റ്. ഒരു സൈറ്റിന്റെ എക്സ്കവേഷനിൽ ആർക്കിയോളജിക്കൽ റെക്കോർഡിങ്ങിന് എത്രമാത്രം പ്രധാനമാണ്, അതിന്റെ പ്രാധാന്യം പറയുക. അപ്പൊ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ അതാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ അവിടെ തീരുന്നില്ല. അതിൻ്റെ കൂടെ വാലുപോലെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓർ ടൂൾസ് യൂസ്ഡ് ബൈ ദ ആർക്കിയോളജിസ്റ്റ് ഫോർ ദ പ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് എ സൈറ്റ്? അപ്പോൾ ഒരു സൈറ്റിന്റെ പ്രോപ്പർ റെക്കോർഡിങ്ങിന് എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കും, പ്ലസ് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിക്കും. ഇതിനുള്ളിൽ തന്നെ ടൂൾസ് എഴുതിയാലും മതി, അല്ലെങ്കിൽ മെത്തേഡ് എഴുതിയാലും മതി. ഇനി അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന് നമുക്ക് ഒരു 4 സ്റ്റെപ്പായിട്ട് പറഞ്ഞു തീർക്കാവുന്നതാണ്. അതായത് ആർക്കിയോളജിക്കൽ റെക്കോർഡിങ്ങിന്റെ പ്രാധാന്യം എന്ത് എന്ന് നമുക്ക് ആദ്യം പറയാം. ആർക്കിയോളജിക്കൽ റെക്കോർഡിംഗ് ആർ ക്രൂഷ്യൽ, അത് നിർണായകമാണ്. ഡ്യൂറിങ് ദ എക്സ്കവേഷൻ ഓഫ് എ സൈറ്റ്, ഒരു സൈറ്റിന്റെ എക്സ്കവേഷന്റെ സമയത്ത് റെക്കോർഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആസ് ദേ പ്രൊവൈഡ് എ പെർമനന്റ് റെക്കോർഡ്. കാരണം എക്സ്കവേഷന്റെ സമയത്ത് ആ മണ്ണിന് നിരന്തരമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് തീർച്ചയായിട്ടും പല രീതി നമുക്ക് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം, എഴുതി തയ്യാറാക്കി വെക്കാം, ഫോട്ടോഗ്രാഫ് ഉണ്ടാക്കി റെക്കോർഡ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ കാരണം ഈ കുഴിക്കുന്നതിന് മുൻപ് ആ പ്രദേശം എങ്ങനെ ഇരുന്നു എന്നത് മുതൽ നമുക്ക് ഇന്നത്തെ ആധുനിക സാങ്കേതിക ഉപയോഗിച്ച് വീഡിയോ പിടിച്ച് വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുത്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത് artifacts and other significant features. Accurate recordings enable archaeologists to. Accurate ആയിട്ടുള്ള റെക്കോർഡിങ് ആർക്കിയോളജിസ്റ്റുകളെ എന്തിനു പര്യാപ്തരാക്കുന്നു? To document the site's context and provenance. ആ സൈറ്റിന്റെ കോണ്ടെക്സ്റ്റും പ്രൊവനൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അതിന്റെ സാന്ദർഭികമായ അർത്ഥവും ചരിത്ര പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ഡോക്യുമെന്റിന്റെ രണ്ടാമത്തെ ഗുണം. ആ സൈറ്റിന്റെ കോണ്ടെക്സ്റ്റ്, ഏത് സന്ദർഭത്തിലാണ് ആ സൈറ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് ജനതയുടെ സാമൂഹികവും സാംസ്കാരികപരവുമായ പശ്ചാത്തലത്തിൽ, അതാണ് പ്രൊവനൻസ് എന്ന് പറയുന്നത്, മനസ്സിലാക്കേണ്ടത്. റീകൺസ്ട്രക്ട് ദ സൈറ്റ്സ് ഹിസ്റ്ററി, ആ സൈറ്റിന്റെ ചരിത്രം പുനഃസൃഷ്ടിക്കുക. ആൻഡ് കൾച്ചറൽ സീക്വൻസ്, അതിനൊക്കെ നമുക്ക് ഇത് സഹായിക്കും ആർക്കിയോളജിക്കൽ റെക്കോർഡിങ്ങുകൾ. ദെൻ അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഡാറ്റ. ഡാറ്റയെ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും സാധിക്കും. അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റകളെ വിശകലനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന റെക്കോർഡുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും. 4ാമത് ഷെയർ ഫൈൻഡിങ്സ് വിത്ത് അതർ റിസർച്ചേഴ്സ് ആൻഡ് ദ പബ്ലിക്. നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് മറ്റു റിസർച്ചേഴ്സിനോടും പറയണം, പൊതുജനത്തോടും പറയണം. കാരണം പൊതുജനങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട് ആർക്കിയോളജിസ്റ്റുകൾ എന്താണ് ഇത്ര നാളും അവിടെ ചെയ്തിട്ടും മനസ്സിലായത്, കണ്ടെത്തിയത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. സോ പിന്നെ ടൂൾസ് ആൻഡ് മെത്തേഡ്സിനെ കുറിച്ച് പറയാം. ഒന്ന്, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. അതൊരു നല്ല ടൂളാണ്, റെക്കോർഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. പണ്ടുകാലത്ത് ഫോട്ടോഗ്രാഫി മാത്രമേ ഉണ്ടായുള്ളൂ, പിന്നീട് വീഡിയോഗ്രാഫിയും കൂടി വന്നു. സോ അടുത്തത് അതിൽ തന്നെ കളർ വീഡിയോഗ്രാഫി, കുറച്ചും കൂടെ നല്ല HD ക്വാളിറ്റിയുള്ള വീഡിയോഗ്രാഫി ഒക്കെ നമുക്കിപ്പോൾ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടം കഴിയും തോറും അത്തരത്തിലുള്ള ഡോക്യുമെന്റേഷനുകൾ അത് കേടാകാതെ നശിക്കാതെ സൂക്ഷിക്കുകയും വേണം. ഡ്രോയിങ്സ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്, ഡ്രോയിങ്സും ഇല്ലസ്ട്രേഷൻസും. അതുപോലെ റിട്ടൺ നോട്ട്സ് ആൻഡ് ജേർണൽസ്, രേഖാമൂലം എഴുതപ്പെട്ട നോട്ട്സ്, ജേർണലുകൾ. മാപ്സ് ആൻഡ് പ്ലാൻസ്, മാപ്പുകൾ, പ്ലാനുകൾ. അതുപോലെ തന്നെ സ്ട്രാറ്റിഗ്രാഫിക് സെക്ഷൻസ് ആൻഡ് പ്രൊഫൈൽസ്, സ്ട്രാറ്റിഗ്രാഫിക് സെക്ഷനുകളും പ്രൊഫൈലുകളും. അതുപോലെ തന്നെ ആർട്ടിഫാക്റ്റ് കാറ്റലോഗിങ് ആൻഡ് ഇൻവെന്ററി സിസ്റ്റംസ്, ആർട്ടിഫാക്റ്റ് കാറ്റലോഗിങ്ങും ഇൻവെന്ററി സിസ്റ്റംസും. ഡിജിറ്റൽ ടൂൾസ് ലൈക്ക് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ GIS, അതൊക്കെ ഡിജിറ്റൽ ടൂളുകളാണ്. ആൻഡ് 3D മോഡലിംഗ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ചെയ്യുന്നത് അത്രയും നല്ലതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്യുറസിയും അതുപോലെ തന്നെ ഒക്കെ നിശ്ചയിക്കാൻ വളരെ ക്രൂഷ്യലാണ് ഇത്തരത്തിലുള്ള റെക്കോർഡിങ്ങുകൾ എന്ന് പറയുന്നത്. ആ സൈറ്റിന്റെ സ്ട്രാറ്റിഗ്രാഫി മനസ്സിലാക്കാൻ, ആർട്ടിഫാക്റ്റുകളെ കുറിച്ച് പെർമനന്റ് ആയി റെക്കോർഡ് ഉണ്ടാക്കാനൊക്കെ ഇത് ഉപകരിക്കും എന്ന് പറയാം. ദീസ് റെക്കോർഡിങ്സ് ഹെൽപ്സ് ദാറ്റ്
help ensure that the site's data is preserved for future. വരും തലമുറകൾക്ക് വേണ്ടി കൂടി അതിന്റെ പല കാര്യങ്ങളും പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്തണം. റെക്കോർഡ് ഉണ്ടാക്കിയില്ലാതെ എങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതെല്ലാം നഷ്ടപ്പെടും. പിന്നെ എന്താണ് പറയുന്ന അതിനെക്കുറിച്ച് എഴുതുന്ന കഥ വിശ്വസിച്ച് ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുക മാത്രമേ മാർഗമുള്ളൂ. നമ്മൾ അത് എഴുതുമ്പോൾ റെക്കോർഡുകൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വിശ്വസനീയതയും കൂടി ലഭിക്കുകയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് ബി ദ ജനറൽ ഫോർമാറ്റ് ഫോർ റൈറ്റിംഗ് ആൻഡ് എക്സ്കവേഷൻ റിപ്പോർട്ട്? നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സൈറ്റിൽ ഖനന പ്രവർത്തനം അഥവാ കുഴിച്ചെടുക്കൽ പ്രക്രിയ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട്, അതിനെ പറയുന്ന എക്സ്കവേഷൻ റിപ്പോർട്ട് എന്ന്. എക്സ്കവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ തന്നെ തയ്യാറാക്കണമെന്നുണ്ട്. അതെങ്ങനെയായിരിക്കണം? ആർക്കിയോളജിക്കൽ റെക്കോർഡിംഗ്സ് ആർ ക്രൂഷ്യൽ ഡ്യൂറിംഗ് ദ എക്സ്കവേഷൻ ഓഫ് എ സൈറ്റ് ആസ് ദേ പ്രൊവൈഡ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് എ സൈറ്റ്സ് സ്ട്രാറ്റിഗ്രാഫി. ആ പ്രദേശത്തെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് കണക്റ്റഡ് ആണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് നൽകുന്നു. ആ പ്രദേശത്തിന്റെ മണ്ണടരിനെ കുറിച്ച് എങ്ങനെയായിരുന്നു, മേൽമണ്ണ് എപ്രകാരമുള്ളായിരുന്നു, അതിൻ്റെ താഴോട്ട് പോകുന്നവർ എത്ര പാളികൾക്കടിയിലാണ് നമ്മൾ ഈ പറയുന്ന സെറ്റിൽമെന്റിന്റെ യഥാർത്ഥ അവശിഷ്ടങ്ങൾ കാണുന്നത്, അതിന് താഴെ വേറെ സെറ്റിൽമെന്റുകൾ വല്ലതുമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡുകൾ ഉണ്ടാക്കുമ്പോഴാണ് അറിയാൻ കഴിയുക. ആർട്ടിഫാക്റ്റുകളെ കുറിച്ച് അവിടെ നിന്ന് കിട്ടിയ മനുഷ്യനിർമ്മിതമായ, മനുഷ്യൻ ഉപേക്ഷിച്ചതോ മനുഷ്യൻ നിർമ്മിച്ചിട്ട് മണ്ണിൽ പെട്ടുപോയതോ ആയ ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ, വസ്തുക്കൾ ഒക്കെയാണ് ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതർ സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ്. മറ്റു പ്രത്യേകതകളൊക്കെ നമുക്ക് ഈ ആർക്കിയോളജിക്കൽ റെക്കോർഡിംഗ് സഹായത്തോടെ കൂടുതൽ അർത്ഥവത്തായി വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതെന്തൊക്കെയാണ്? ആദ്യം ഡോക്യുമെന്റ് ദ സൈറ്റ്സ് കോണ്ടെക്സ്റ്റ് ആൻഡ് പ്രോവനൻസ്. ആ സൈറ്റിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, പ്രോവനൻസ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ ഡെപ്ത് എത്രമാത്രം ആഴത്തിലാണ്, അത് മറ്റ് ആർട്ടിഫാക്റ്റുകൾ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ അതിനുണ്ടോ, അത് ആ കോണ്ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നുള്ളതാണ്. അടുത്തത് 2, റീകൺസ്ട്രക്ട് ദ സൈറ്റ്സ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ സീക്വൻസ്. ആ സൈറ്റിന്റെ ഹിസ്റ്ററിയും അവിടുത്തെ കൾച്ചറൽ സീക്വൻസും റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. 3, അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഡാറ്റ. ഡാറ്റയെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. 4, ഷെയർ ഫൈൻഡിങ്സ് വിത്ത് അതർ റിസർച്ചേഴ്സ് ആൻഡ് ദ പബ്ലിക്. നമ്മുടെ കണ്ടെത്തലുകൾ മറ്റ് റിസർച്ചേഴ്സിനോടും പബ്ലിക്കിനോടും ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ 4 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് റെക്കോർഡിങ് ചെയ്യേണ്ടത്. അതിനുള്ള നമ്മളെ സഹായിക്കുന്ന ടൂൾസ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ഡ്രോയിങ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്, റിട്ടൺ നോട്ട്സ് ആൻഡ് ജേർണൽസ്, മാപ്സ് ആൻഡ് പ്ലാൻസ്, സ്ട്രാറ്റിഗ്രാഫിക് സെക്ഷൻസ് ആൻഡ് പ്രൊഫൈൽസ്, then artifact cataloging and inventory systems. 7th one, digital tools like geographic information systems, GIS, and 3D modeling. Okay, നമുക്ക് ഉപയോഗിക്കാം. These recordings help ensure that the site's data is preserved to future research and analysis. ഫ്യൂച്ചർ റിസർച്ചിനും അനാലിസിസിനും ആ ഡാറ്റ പ്രിസർവ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇൻ ദ ഫൗണ്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ASI സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ റോളും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.